ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട കണക്കുകൾ കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്യുകയാണ്. സർക്കാരും ബോർഡും വ്യത്യസ്ത നിലപാടുകൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അല്പം മുമ്പാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തിയത്. ചെലവിൽ വീഴ്ച പറ്റിയെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. പിഴവ് ഓഡിറ്ററുടെ അല്ല, ഓഡിറ്ററുമായി വേണ്ടത്ര ആശയവിനിമയം ബോർഡ് നടത്തിയിട്ടില്ല എന്നും കെ ജയകുമാർ വ്യക്തമാക്കി. ചെലവ് 4.99 കോടിയായി നിജപ്പെടുത്തി. പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് 27 മുൻപ് ഹൈക്കോടതിക്ക് നൽകുമെന്നും കെ ജയകുമാർ പറഞ്ഞു. സാധാരണ ഒരു ഓഡിറ്റ് പ്രക്രിയ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഓഡിറ്റർക്ക് തോന്നുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട പോരായ്മകൾ, ന്യൂനതകളൊക്കെ നമുക്ക് എഴുതി തരും. അതിന് ക്ലയന്റ് മറുപടി കൊടുക്കും. ചില മറുപടികൾ ഓഡിറ്റർ അക്സെപ്റ്റ് ചെയ്യും, ചിലത് അക്സെപ്റ്റ് ചെയ്യില്ല. അക്സെപ്റ്റ് ചെയ്യാത്തത് മേജർ ഒബ്ജക്ഷൻസ് ആയിട്ട് അവിടെ കിടക്കും. എന്നാൽ ഇത്തരത്തിലുള്ളൊരു പ്രക്രിയ ഇവിടെ നടന്നില്ല. നടക്കാത്തത് ഓഡിറ്ററുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ തന്നെ കുഴപ്പമാണ്. കാരണം ഓഡിറ്റർ പല കുറികളും ചോദിച്ചെങ്കിലും സമയത്തിന് ഇവിടുന്ന് മറുപടി കൊടുക്കുകയോ ഓഡിറ്ററുമായിട്ട് വേണ്ടത്ര ആശയവിനിമയം നടക്കാതെയോ വന്നതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇപ്പോൾ പ്രതികൂലമെന്ന് തോന്നുന്ന ഒരുപാട് പരാമർശങ്ങൾ കടന്നുകൂടാൻ കാരണം സമയത്തിന് റെക്ടിഫിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണ്. അത് ഓഡിറ്ററുടെ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പിഴവ് നേരത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലെ പിശകാണ് എന്നും മറ്റുമായിരുന്നു മറ്റു ചില വിശദീകരണങ്ങൾ. ഇപ്പോൾ പക്ഷേ ദേവസ്വം ബോർഡിന്റെ പിഴവാണെന്ന് സമ്മതിക്കുകയാണ് പ്രസിഡന്റ്. ഇനി എന്താണ് അവരുടെ മുന്നിലുള്ള വഴി? ഏത് തരത്തിൽ കോടതിയെ ഇത് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്? രഞ്ജിത്ത്, ഈ ഒരു വിഷയത്തിൽ ബോർഡിന്റെ വീഴ്ച പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തെറ്റേറ്റ് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടത്. അതായത് ഓഡിറ്ററുടെ ഭാഗത്തു നിന്നും പിഴവുണ്ടായിട്ടില്ല. പകരം ഈ ഒരു ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അത് ബോർഡുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ കൃത്യമായി ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരം നൽകാനോ കൃത്യമായ രീതിയിൽ ഒരു ആശയവിനിമയം നടത്താനോ കഴിഞ്ഞില്ല ബോർഡിന്റെ ഭാഗത്തു നിന്നും. അതാണ് ഇത്തരത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ പിഴവുകൾ ഉണ്ടാവാൻ കാരണം. അത് ഓഡിറ്ററുടെ പിഴവല്ല, ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു വിഷയം പരിഹരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായ രീതിയിൽ കോടതിയിൽ വീണ്ടും സമർപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ബോർഡിന് മുൻപിലെ പ്രധാനപ്പെട്ട വിഷയം. അതിനുശേഷമായിരിക്കും എന്തുകൊണ്ട് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ബുദ്ധിമുട്ട്, അതായത് ഈ ഒരു പ്രശ്നമുണ്ടായി, അതിൽ ആരുടെയൊക്കെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിലേക്കൊക്കെ കടക്കുക എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചത്. അതിനൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ട് വിശകലനം ചെയ്യാനും അതിലെ കൂടുതൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തീരുമാനം ഉണ്ടാക്കാനും വേണ്ടി ഇപ്പോൾ ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിൽ ചീഫ് എഞ്ചിനീയറും ഒപ്പം അക്കൗണ്ടന്റ് ഓഫീസറും ഒപ്പം 3 പേരടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശകലനവും അതിന്റെ കൃത്യമായ രേഖകളടക്കം സമർപ്പിക്കുക. അതിനെ തുടർന്ന് മാത്രമായിരിക്കും രണ്ടാമത് ഈ മാസം അവസാനത്തോടുകൂടി വീണ്ടും കോടതിയിൽ ഹാജരാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സമയപരിധി, അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് കോടതിയിലേക്ക് ഹാജരാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ പലതവണ ബോർഡുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചിട്ടും അത് സാധിക്കാത്തത് വന്നതോടുകൂടി സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. അത് വലിയ തെറ്റ് തന്നെയാണ്. ആ തെറ്റിലേക്ക് അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല. ഏത് വിഭാഗത്തിനാണ്, എങ്ങനെയായിരുന്നു ഈ ഒരു ബോർഡിന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാനുള്ള സാഹചര്യമടക്കം പിന്നീട് വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4.99 കോടിയാണ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അംഗീകരിച്ച ചിലവ്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് ചിലവ് 4.99 കോടിയിൽ നിർത്തണമെന്നാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിലധികം തുക ഊരാളുങ്കൽ സൊസൈറ്റി അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലധികം തുക, അതായത് പിഴവ് അല്ലാതെ തന്നെ ഇത്തരത്തിൽ വലിയൊരു തുക ഈ ഒരു ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും ചിലവ് വന്നിട്ടുണ്ട്. അത് പല രീതിയിലേക്ക് കണക്കുകൾ മാറുന്നുണ്ടെങ്കിൽ പോലും അത്ര വലിയ തുകയിലേക്ക് നൽകാൻ കഴിയില്ല. ബോർഡ് അംഗീകരിച്ച തുകയായിട്ടുള്ള 4.99 കോടി രൂപ മാത്രമാണ് നൽകാൻ കഴിയുക. അതിലൊരു മാറ്റം ഉണ്ടായിരിക്കില്ല. ഈ MOU ഒപ്പിട്ടിരുന്നു. ഈ MOU ഒപ്പിട്ടതിന് ശേഷം, അതായത് 8 കോടിയിലധികം രൂപയുടെ MOU ആയിരുന്നു ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ഒപ്പിട്ടിരുന്നത്. ധാരണാപത്രം അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് ബോർഡ് യോഗം ചേരുകയും ചിലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിനും ചിലവ് ചുരുക്കണമെന്ന തീരുമാനമെടുക്കുകയും അങ്ങനെ 4.99 കോടിയിൽ ചിലവ് നിർത്തണമെന്നൊരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ ഒരു ഊരാളുങ്കലുമായി ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ അംഗീകരിച്ചതായി അദ്ദേഹം പ്രതികരിച്ചില്ല. പക്ഷേ ഈ ഒരു പ്രതിസന്ധി വീണ്ടും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു 8 കോടിയിൽ നിന്നും ചിലവ് 4.99 കോടി അതിൽ നിർത്തണം
എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ബോർഡ് എടുത്തൊരു തീരുമാനം. ഇതിലിപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിലപാടടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഒരു പ്രതിസന്ധി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പരിഹാരം ഉണ്ടാകുക എന്നാണ് സർക്കാരിനെ സംബന്ധിച്ചും ബോർഡിനെ സംബന്ധിച്ചും മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയം. അതിലേക്ക് ഊരാളുങ്കൽ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇടത് സർക്കാരുമായി അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അവർ ഇതിൽ കടുംപിടുത്തം പിടിക്കുമോ എന്ന കാര്യമടക്കം ചോദ്യമായി നിലനിൽക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കണക്കുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ പിശകും ഒപ്പം ഈ ഒരു ചിലവിലെ മറ്റ് പ്രതിസന്ധികളടക്കം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇപ്പോൾ ജയകുമാർ നമ്മോട് പ്രതികരിച്ചത്. രഞ്ജിത്ത്. ശരി, സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.